PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ജീവകങ്ങളും രാസനാമങ്ങളും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഫസ്റ്റ് ജീവകം എ ആണ്. റെറ്റിനോളാണ് ജീവകം എയുടെ രാസനാമം. ജീവകം B1 തയാമിൻ. ജീവകം എയുടെ രാസനാമം എന്താണ്? റെറ്റിനോളും. ജീവകം B1ൻ്റെത് തയാമിനും. ജീവകം B2 റൈബോഫ്ലാവിൻ. ജീവകം B2 ഏതാണ്? റൈബോഫ്ലാവിൻ. ജീവകം B3 വരുന്നത് നിയാസിനാണ്, നിക്കോട്ടിനിക് ആസിഡ്. ജീവകം B3 നിയാസിൻ, നിക്കോട്ടിനിക് ആസിഡ്. ജീവകം B5 പാൻറ്റോതെനിക് ആസിഡാണ്. ജീവകം B5 എന്താണ്? പാൻറ്റോതെനിക് ആസിഡ്. ജീവകം B6 പീരിഡോക്സിൻ. ജീവകം B6 പീരിഡോക്സിൻ. ജീവകം B7 ബയോട്ടിൻ. ജീവകം B7 ഏതാണ്? ബയോട്ടിൻ. ജീവകം B9 ഫോളിക് ആസിഡാണ്. ജീവകം B9 ഏതാണ്? ഫോളിക് ആസിഡ്. ജീവകം B12 സൈനോകൊബാലമിൻ. ജീവകം B12 സൈനോകൊബാലമിൻ. ജീവകം C അസ്കോബിക് ആസിഡാണ്. ജീവകം C ഏതാണ്? അസ്കോബിക് ആസിഡ്. ജീവകം D വരുന്നത് കാൽസിഫെറോൾ ആണ്. ജീവകം D കാൽസിഫെറോൾ. ജീവകം E ടോക്കോഫെറോൾ. ജീവകം E ഏതാണ്? ടോക്കോഫെറോൾ. ജീവകം K വരുന്നത് ഫൈലോക്യുനോൺ ആണ്. ജീവകം K ഏതാണ്? ഫൈലോക്യുനോൺ. അപ്പോൾ എക്സാംസിൻ്റെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെയാണിത്. ജീവകം എ, ജീവകം B12, ജീവകം K ഇതൊക്കെ എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുള്ള ജീവകങ്ങളാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 1 മാർക്ക് നമുക്ക് നേടാൻ പറ്റും. 1 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ഇത്രയേ ഉള്ളൂ. പഠിക്കാൻ വളരെ എളുപ്പമാണ്. വിരലിൽ എണ്ണാവുന്ന ജീവകങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇന്നത്തെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.